മാനസ, ADGP MR അജിത് കുമാറും RSS നേതാവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ CPIഎമ്മിനെയും RSSനെയും ബന്ധപ്പെടുത്തിയുള്ള പ്രചാരണങ്ങൾ കൊഴുക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ വളരെ അതിരൂക്ഷമായ മറുപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും നിരുവ ഇത്തരത്തിൽ CPM RSS ബന്ധം പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ അക്കങ്ങൾ നിരത്തിയുള്ള രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കേരളത്തിന്റെ അനുഭവം എല്ലാവർക്കും അറിയാം. അത് മറക്കുന്ന ആളുകളല്ല കേരളത്തിലുള്ളവർ. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശക്തമായി ഉന്നയിക്കുന്ന ഈ പ്രചരണം അത് ആരെ കുറിച്ചാണ് എന്നത്, ആർക്കാണ് RSS ബന്ധം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നർത്ഥമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ CPഎമ്മുകാരെ കൊലപ്പെടുത്തിയത് RSSകാരാണ്. അതുകൊണ്ട് തന്നെ RSSകാരെ പ്രീണിപ്പിക്കേണ്ട ഒരു കാര്യവും CPഎമ്മിനില്ല. പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവൻ അപഹരിച്ചപ്പോഴും ഈ പതറാതെ വർഗീയതയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമവുമായാണ് CPഎം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ RSS ബന്ധം ആർക്കാണ് എന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം. അത് പരസ്യമായി പറഞ്ഞ ഒരു നേതാവും കൂടിയുണ്ട് കോൺഗ്രസിൽ. KCCC അധ്യക്ഷൻ K സുധാകരൻ പരസ്യമായി പറഞ്ഞതുൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും തന്നെ അതീവ ചർച്ചയാക്കിയ കാര്യമാണ്. ആ ചർച്ചയൊക്കെയും നടത്തിയ മാധ്യമങ്ങൾ തന്നെയാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ CPഎമ്മിനെതിരെ ഇത്തരം ഒരു പ്രചരണ ആയുധവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും മാധ്യമങ്ങൾക്ക് അക്കമിട്ടുള്ള ഒരു വസ്തുതാപരമായ ഒരു മറുപടി തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത്തരത്തിൽ ചോദ്യം ചോദിച്ച മലയാള മനോരമയ്ക്കും കാര്യം അറിയാം. എന്നാൽ അത് മനോരമ മറച്ചുവെച്ച ഒരു സ്ഥിതിയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ RSS ബന്ധം കോൺഗ്രസുമായി തെളിയിക്കുന്ന നിരവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ കേരള ചരിത്രത്തിൽ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് തെളിഞ്ഞ കാര്യങ്ങളാണ്. തലശ്ശേരി കലാപത്തിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നത് ന്യൂനപക്ഷ ആളുകൾക്കൊപ്പമാണ്. അത്രയ്ക്ക് പോലും CPഎം കൂടെ നിൽക്കുന്നത് ജനപക്ഷത്തോടൊപ്പമാണ് എന്ന് എടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തങ്ങൾ കെട്ടിച്ചമച്ച കഥയല്ല, ഇതൊക്കെയും തെളിവുകൾ ഉള്ള കഥകൾ തന്നെയാണ് പറഞ്ഞിരുന്നതും എന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. ഏതായാലും ഈ മുഖ്യമന്ത്രി മറ്റു നിരവധി കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. P പരമേശ്വരൻ പുസ്തക പ്രകാശനം തൃശ്ശൂരിൽ ആരാണ് പ്രകാശനം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളൊപ്പം തന്നെ RSS തലതൊട്ടപ്പൻ ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷം അത് തൊഴുതു കുമ്പിട്ടത് ഏത് നേതാവാണ് എന്നതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഈ ബാബറി മസ്ജിദ് എടുത്തു പറയുന്നു. ദിന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എല്ലാവരും തന്നെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു RSSുമായി കൂടുതൽ ഇടപെടുന്നത് ആര് ആണ് എന്നത് ഇതിലൊക്കെയും തന്നെ വ്യക്തമാണ്. ഇത് വെറും ഒരു പ്രചാരണം മാത്രമാണ്. ഈ CPM RSS ബന്ധം എന്നുള്ളത് CPഎമ്മിനെതിരെയുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ വലതുപക്ഷ ആളുകളുടെയും ഒരു പ്രചരണം മാത്രമാണ് എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്. ഈ കട്ട പിടിച്ച മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നും ഇതിലൂടെ കാണാം എന്ന ഇത് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഏതായാലും CPഎമ്മിന് ഇങ്ങനെ ഒരു കെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല. അഭിമാനപൂർവ്വം തന്നെ അത് CPഎമ്മിന് എടുത്തു പറയാൻ സാധിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. ഒപ്പം തന്നെയാണ് 3 സംസ്ഥാനങ്ങളിൽ ഈ കോൺഗ്രസ് ഭരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 കോൺഗ്രസ് തലവന്മാരും സംസ്ഥാന തലവന്മാരും RSSനൊപ്പമുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ RSSന് അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചു. ഈ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. RSS ബന്ധം ആരോപിക്കേണ്ട ആവശ്യം നിലവിൽ ഇവിടെയില്ല. അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. അത്തരം ഒരു വ്യാമോഹം വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം പ്രചരണങ്ങളൊക്കെയും തികഞ്ഞ അവജ്ഞതയോടെ തന്നെയാണ് തള്ളിക്കളയുന്നത്. ഒപ്പം തന്നെ വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ എന്നും പോരാടുന്ന ചരിത്രം തന്നെയാണ് CPഎമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമുള്ളത്. വരും ദിവസങ്ങളിലും ഇത്തരം തന്നെയായിരിക്കും CPഎമ്മിന് ഉണ്ടാവുക. വർഗീയതയ്ക്കും ഒപ്പം തന്നെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഒരു രീതി തന്നെയായിരിക്കും CPഎം സ്വീകരിക്കുക എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറയുന്ന സ്ഥിതിയുണ്ടായത്. CPIഎമ്മിന് RSS ബന്ധമെന്ന പ്രചാരണങ്ങൾക്കെതിരെ രൂക്ഷമായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. RSSനെ പ്രീണിപ്പിക്കേണ്ട ഒരു ഘട്ടവും CPഎമ്മിന് ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. വിവരങ്ങളാണ് മാനസ പങ്കുവച്ചത്.